സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭു മദ്യപിച്ച വാഹനമോടിച്ച ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ സിദ്ധാർത്ഥിനെതിരെയും അനുകൂലിച്ചും കടുത്ത വാദപ്രതിവാദങ്ങൾ ഉയരുന്നു. സിദ്ധാർത്ഥിനെ നാട്ടുകാർ മർദ്ദിച്ചതിനെതിരെ സഹപ്രവർത്തകനായ ജിഷിൻ മോഹൻ രംഗത്തെത്തിയതോടെയാണ് വിവാദം പുതിയ തലത്തിലേക്ക് മാറിയത്. ഡിസംബർ 24 രാത്രി MC റോഡിൽ നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപമാണ് അപകടമുണ്ടായത്. കോട്ടയം ഭാഗത്തു നിന്നും അതിവേഗത്തിൽ എത്തിയ കാർ നിയന്ത്രണം വിട്ട വഴിയരികിൽ നിന്ന് ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റയാളെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന് പിന്നാലെ സിദ്ധാർത്ഥിനെ നാട്ടുകാർ ക്രൂരമായി കൈകാര്യം ചെയ്തതിനെതിരെ നടൻ ജിഷിൻ മോഹൻ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. സിദ്ധാർത്ഥ് ചെയ്ത തെറ്റിനെ ലഘൂകരിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ജിഷിൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. സിദ്ധാർത്ഥിനെ പോലീസ് ഏൽപ്പിക്കുന്നതിന് പകരം നാട്ടുകാർ നിയമം കയ്യിലെടുത്തത് ലജ്ജാകരമാണെന്ന് ജിഷിൻ പറഞ്ഞു. കഴുത്തിന് പിടിച്ച് ഞെരിച്ചും റോഡിലിട്ട് ചവിട്ടിയുമാണ് അവനോട് നാട്ടുകാർ പെരുമാറിയത്. ഒരു കലാകാരനായതുകൊണ്ടാണ് ഇത്രയും അധികം വിദ്വേഷം അവനോട് കാണിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകം പരാമർശിച്ചുകൊണ്ടായിരുന്നു ജിഷിന്റെ വിമർശനം. മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞ് പരിതപിച്ചവരൊക്കെ ഇപ്പോൾ എവിടെ പോയി? ഒരു സെലിബ്രിറ്റിയെ കിട്ടുമ്പോൾ പരമാവധി ചവിട്ടി താഴ്ത്തുക എന്നതാണോ മലയാളിയുടെ മാനസികാവസ്ഥ? ജിഷിൻ ചോദിച്ചു. സിദ്ധാർത്ഥിനെതിരെ പ്രതികരിക്കാൻ പോലീസും കോടതിയും ഇവിടെയുണ്ട്. എന്നാൽ നടു റോഡിലിട്ട് ഒരാളെ ശ്വാസം മുട്ടിക്കുന്നത് അംഗീകരിക്കാനാവില്ല. പ്രബുദ്ധ കേരളമെന്ന് അഭിമാനിക്കുന്നവർക്ക് ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ നാണമില്ലേ എന്നും ജിഷിൻ തന്റെ കുറിപ്പിൽ ചോദിക്കുന്നു. ലോകത്ത് ആദ്യമായി മദ്യപിച്ച് വാഹനമോടിക്കുന്ന ആൾ സിദ്ധാർത്ഥ് അല്ലെന്ന ജിഷിന്റെ പരാമർശം വലിയ ചർച്ചയായിട്ടുണ്ട്. ക്രിസ്മസ്, ന്യൂ ഇയർ സമയങ്ങളിൽ മിക്കവരും മദ്യപിച്ച് വാഹനം ഓടിക്കാറുണ്ടെന്നും എന്നാൽ അതിനെ ന്യായീകരിക്കുകയല്ല തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കാൻ ഇവിടെ സംവിധാനങ്ങളുണ്ട്. എന്നാൽ ജനക്കൂട്ടം വിചാരണ നടത്തുന്ന രീതി ശരിയല്ല. ഒരാളെ ചവിട്ടിക്കൂട്ടുന്നതും വലിച്ചിഴയ്ക്കുന്നതും മനുഷ്യത്വത്തിന് നിരക്കാത്തതാണെന്ന് ജിഷിൻ ആവർത്തിച്ചു. സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെ ഗൗരവകരമായ വെളിപ്പെടുത്തലുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അന്ന ജോൺസണും രംഗത്തെത്തി. 2021 കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിൽ നടന്ന വിവാദമായ DJ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് അന്നയുടെ ആരോപണം. 2 മോഡലുകൾ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിന് മുൻപ് നടന്ന പാർട്ടിയിൽ സിദ്ധാർത്ഥും ഉണ്ടായിരുന്നുവെന്ന് അന്ന പറയുന്നു. അന്ന് സിദ്ധാർത്ഥിനൊപ്പം താൻ ഫോട്ടോകൾ എടുത്തിരുന്നുവെന്നും തന്നെ വ്ലോഗിൽ നടൻ പതിഞ്ഞിരുന്നുവെന്നും അന്ന വെളിപ്പെടുത്തി. അന്ന് തന്നെ ദൃശ്യങ്ങൾ പുറത്തുവിടരുതെന്ന് സിദ്ധാർത്ഥ് തന്നോട് അപേക്ഷിച്ചിരുന്നുവെന്ന് അന്ന പറയുന്നു. ഇനി ഒരിക്കലും ഇത്തരം മാഫിയകളുടെ കൂടെ പോകില്ലെന്നും നന്നായി ജീവിച്ചു കൊള്ളാമെന്നും സിദ്ധാർത്ഥ് തനിക്ക് വാക്ക് നൽകിയിരുന്നതായും അന്ന ജോൺസൺ അവകാശപ്പെട്ടു. ഈ ഡിസംബർ 25 വരെ താൻ ആ വാക്ക് പാലിച്ചു. എന്നാൽ ഇപ്പോൾ സിദ്ധാർത്ഥ് വീണ്ടും ഇത്തരം വിവാദങ്ങളിൽ ചെന്നുപെട്ടത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു. ലഹരി ഉപയോഗിക്കുന്നവരെക്കാൾ അത് എത്തിച്ചു നൽകുന്ന മാഫിയകളെയാണ് പിടികൂടേണ്ടതെന്നും അന്ന കൂട്ടിച്ചേർത്തു. അപകടത്തിന് പിന്നാലെ നാട്ടുകാരും സിദ്ധാർത്ഥും തമ്മിൽ വലിയ തർക്കമാണ് നടന്നത്. സിദ്ധാർത്ഥ് നാട്ടുകാരെ അസഭ്യം പറയുന്നതിന്റെയും നടുറോഡിൽ കിടന്ന് ബഹളം വെക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് അണികളെയും നാട്ടുകാരെയും കൂടുതൽ പ്രകോപിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. തുടർന്ന് സിദ്ധാർത്ഥിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോൾ മദ്യപിച്ചിരുന്നതായി സ്ഥിരീകരിച്ചു. നടനെതിരെ കേസെടുത്ത പോലീസ് പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ സാഹചര്യത്തിൽ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ ആരംഭിച്ചു. ഇതിനായുള്ള റിപ്പോർട്ട് പോലീസ് കൈമാറിയിട്ടുണ്ട്. സമൂഹത്തിന് മാതൃകയാകേണ്ട കലാകാരന്മാർ ഇത്തരം ലഹരി ഇടപാടുകളിലും നിയമലംഘനങ്ങളിലും ഏർപ്പെടുന്നത് ഗൗരവമായി കാണണമെന്ന് വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയരുന്നു. അതേസമയം ജനക്കൂട്ടത്തിന്റെ ആക്രമണത്തിനെതിരെ ജിഷിൻ ഉയർത്തിയ വാദങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.